നമസ്കാരം. നിത്യജ്യോതിഷത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് 2024 നവംബർ മാസം 17-ാം തീയതി 1200-ാം ആണ്ട് വൃശ്ചിക മാസം 2-ാം തീയതി ഞായറാഴ്ച. ഇന്നത്തെ നക്ഷത്രം തന്നെ രോഹിണി നക്ഷത്രമാണ്. നല്ല നക്ഷത്രമാണ് രോഹിണി നക്ഷത്രം. ഞായറാഴ്ച സൂര്യഭഗവാന്റെ ദിവസമാണ്. നല്ല ദിവസം, നല്ല നക്ഷത്രം. അപ്പോൾ ഇന്നൊരു നല്ല ദിവസമാണ്. നമുക്കിന്ന് അവധി ദിവസമൊക്കെയാണ്. ശരിക്ക് ഞാൻ എപ്പോഴും മറ്റ് ദിവസങ്ങളെ അപേക്ഷിച്ച് ഏറ്റവും നല്ലത് വരേണ്ട ദിവസമാണ് ഞായറാഴ്ചയെന്ന് ഞാൻ പറയും. കാരണം എന്തെന്ന് വെച്ചാൽ അന്നാണ് നമ്മൾ കുടുംബസമേതം സന്തോഷത്തോടു കൂടി വീട്ടിൽ നിൽക്കാൻ ഇടവരുന്ന ദിവസം. അന്ന് ദിവസം മോശമാണെങ്കിൽ വീട്ടിൽ തന്നെ നമുക്ക് നല്ലൊരു അന്തരീക്ഷം ഇല്ലാതെ വരും. ചിലപ്പോൾ ബന്ധുമിത്രാദികൾ വരികയും ബന്ധുമിത്രാദികൾ അവിടെ പോവുകയും ഒക്കെ ചെയ്യുന്ന ദിവസവും കൂടിയാണ് ഞായറാഴ്ച. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് ബന്ധുക്കൾ ശത്രുക്കളാവാനും ചെറിയ ചെറിയ കാരണങ്ങളാൽ അകൽച്ച ഉണ്ടാവാനും ഒക്കെ ഇടവരാറുണ്ട്. അതുകൊണ്ട് ഇന്നത്തെ ദിവസം നല്ല ദിവസമാണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത് ഞായറാഴ്ച. അതുമാത്രമല്ല നല്ല നക്ഷത്രം രോഹിണി നക്ഷത്രം. ഇതെല്ലാം കൂടി ഒത്തു വന്നിരിക്കുന്ന ദിവസമാണ്. ഇന്ന് ബർത്ത്ഡേ വന്നിട്ടുള്ളവർക്കും ഒരു വർഷത്തെ ഫലത്തെയാണ് രോഹിണി നക്ഷത്രക്കാർക്ക് ചിന്തിക്കേണ്ടത്. വാർഷിക ഫലത്തെയാണ് ജന്മനക്ഷത്രം കൊണ്ട് അല്ലെങ്കിൽ ബർത്ത്ഡേ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇന്ന് ബർത്ത്ഡേ വന്നിട്ടുള്ളവർ ഒരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് വളരെ ഭാഗ്യദായകമായ ഒരു വർഷമാണ് എന്നറിയുക. വളരെ പ്രശസ്തി ഉണ്ടാവും, സാമ്പത്തിക പുരോഗതി ഉണ്ടാവും, മുടങ്ങിക്കിടക്കുന്ന പല കാര്യങ്ങളും നിങ്ങൾക്ക് പൂർത്തീകരിക്കാൻ ഇടവരും. അതുപോലെ വളരെ ഉയർച്ചയും നിങ്ങൾക്ക് വന്നു ചേരും. ഉദ്യോഗമില്ലാത്തവർക്ക് ആണെങ്കിൽ ഉദ്യോഗത്തെ കൊടുക്കും. അതുപോലെയുള്ള ഐശ്വര്യപ്രദമായ അവസ്ഥകൾ വന്നു ചേരും. നമ്മൾ ചെയ്യേണ്ടത് സൂര്യൻ്റെ ദിവസമായതുകൊണ്ട് സൂര്യനെ ഒരു വർഷക്കാലവും ഭജിച്ചോളുക, സൂര്യ നമസ്കാരം ചെയ്യുക, ശിവക്ഷേത്ര ദർശനം ചെയ്യുകയും ഭഗവാന് ജലധാരയും അർച്ചനയൊക്കെ നടത്തുക. ഇതൊക്കെ നിങ്ങൾക്ക് കിട്ടേണ്ട ഫലം യഥാസമയത്ത് കിട്ടുന്നതിനും ഇടവരും. അതേപോലെ തന്നെ നമുക്ക് ഇന്നത്തെ ദിവസം ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോൾ രാഹുകാലത്തിന് പ്രാധാന്യം കൊടുക്കണം. രാഹുകാല സമയം ശരിക്ക് 4:30 തൊട്ട് 6 മണി വരെ എന്ന് കലണ്ടറിൽ ഇട്ടിട്ടുണ്ടെങ്കിലും 4:29 ആകുമ്പോഴേ രാഹുകാലം തുടങ്ങും. നേരത്തെ തുടങ്ങിയാണ് 1 മിനിറ്റ്. 4:29 തുടങ്ങും. 5:55 ആകുമ്പോൾ തന്നെ രാഹുകാലം തീരുകയും ചെയ്യും. 5 മിനിറ്റ് നേരത്തെ തീരും. സാധാരണ കലണ്ടറിൽ ഇട്ടിരിക്കുന്നതിനേക്കാൾ മാറി വരുന്നതാണ്. ഇപ്പോൾ നേരത്തെ വന്നിരിക്കുകയാണ്, തീരും. അതുകൊണ്ട് രാഹുകാലം ഓരോ സുപ്രധാനമായ കാര്യങ്ങൾക്ക് ഇറങ്ങുമ്പോഴും രാഹുകാലം നോക്കി നിങ്ങൾ പോകുന്നത് നല്ലതായിരിക്കും. രാഹു എന്ന് പറയുമ്പോൾ സർപ്പത്തിൻ്റെ ബന്ധം നിൽക്കുന്ന സമയത്ത് ഇറങ്ങുകയാണെങ്കിൽ സർപ്പം ചുറ്റിക്ക് യാത്രയ്ക്ക് മാത്രമേ അത് ബാധകമുള്ളൂ. അതുപോലെ ഒരു കാര്യത്തിനും എടുക്കാൻ പറ്റാത്ത നല്ല ദിവസമാണെങ്കിൽ പോലും പാടില്ലാത്ത 2 സമയങ്ങളാണ് ഗുളിക കാല സമയവും യമകണ്ഠ കാലസമയവും. ഇന്ന് ഗുളിക കാല സമയം വരുന്നത് ശരിക്ക് 3 മണി തൊട്ട് 4:30 വരെ ഗുളിക കാല സമയവും യമകണ്ഠ കാലസമയം വരുന്നത് 12 മണി 9 മിനിറ്റ് തൊട്ട് 1 മണി 36 മിനിറ്റ് വരെ യമകണ്ഠ കാലസമയവും. ഈ സമയം ഒരു ശുഭകാര്യങ്ങൾക്കും എടുക്കരുത്. അതുപോലെ ഇന്നും അഭിജിത്ത് മുഹൂർത്തം ഉണ്ട്. അഭിജിത്ത് മുഹൂർത്തം എല്ലാ ദിവസവും ഉണ്ട്. ശരിക്ക് 48 മിനിറ്റ് നേരം. ഇന്ന് അഭിജിത്ത് മുഹൂർത്തത്തിൻ്റെ സമയം 11 മണി 45 മിനിറ്റ് തൊട്ട് 12 മണി 33 മിനിറ്റ് വരെ 48 മിനിറ്റ് നേരമാണ് അഭിജിത്തിൻ്റെ സമയം. ഏറ്റവും ശോഭനവും ഐശ്വര്യപ്രദവും ഒരു ദിവസത്തിൽ ഏറ്റവും കൊള്ളാവുന്ന സമയമാണ് അഭിജിത്ത് മുഹൂർത്തത്തിൻ്റെ സമയം. എന്തൊക്കെ ദോഷങ്ങളുണ്ടെങ്കിലും അതിനെല്ലാം പരിഹരിക്കപ്പെടുന്ന സമയമാണ് അഭിജിത്ത് മുഹൂർത്ത സമയം. ആ സമയം ഉണ്ട്. അതുപോലെ ഇന്ന് ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോഴും നല്ല ദിവസമാണ്, ഓരോ കാര്യത്തിന് ഇറങ്ങാവുന്ന ദിവസമാണ്. അപ്പോൾ നമുക്ക് ബന്ധുക്കളെ വീട്ടിൽ പോകാനോ അതുപോലെ മറ്റ് യാത്രകൾക്കോ ഔട്ടിങ്ങിന് പോകാനോ ഒക്കെ കൊള്ളാവുന്ന ദിവസമാണ്. അപ്പോൾ നമ്മൾ അതുകൊണ്ട് ഇന്നത്തെ ദിവസം നമുക്ക് വസ്ത്രധാരണത്തിൽ ശ്രദ്ധിക്കണം. രാവിലെ ഇറങ്ങുമ്പോൾ താമരപ്പൂവിൻ്റെ കളറോ റെഡ് കളറോ അല്ലെങ്കിൽ ശരിക്ക് കാപ്പിപ്പൊടി കളറോ ചുടുകലിൻ്റെ കളറോ ആയിട്ടുള്ള വസ്ത്രം, മിക്സായിട്ടുള്ളതായ വസ്ത്രം ഷർട്ടായിട്ടോ അല്ലെങ്കിൽ പാൻറ്റായിട്ടോ ഷോളായിട്ടോ ബ്ലൗസായിട്ടോ കർച്ചീപ്പായിട്ടോ കയ്യിൽ കരുതണം. അത് നിങ്ങൾക്ക് ഭാഗ്യത്തെ കൊണ്ടുവരാനും നെഗറ്റീവ് ദോഷത്തെ ഇല്ലാതാക്കാനും സഹായിക്കും. അതുപോലെ തന്നെ
നമുക്ക് ഇന്നത്തെ ദിവസം എല്ലാവർക്കും സന്തോഷപ്രദമായി തീരട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.